ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ 5 എക്സസൈസ് 1 തേർഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ തേർഡ് സെറ്റിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇൻറ്റിജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട് LCM ഉം HCF ഉം കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. So first question is 12, 15 and 21. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് കാണാം. 12ൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 12 ഈസ് ഈക്വൽ ടു 4 3s are 12. അതായത് പ്രൈം ആക്കണം 4നെ. അപ്പോൾ 2 × 2 × 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ × 3 അല്ലേ? നെക്സ്റ്റ് 15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 × 5 ആണ് അല്ലേ? അടുത്തത് 21 ഈസ് 7 × 3 ആണ്. സോ നമുക്കിനി HCF കാണാനായിട്ട് കോമൺ പ്രൈം ഫാക്ടേഴ്സ് നോക്കാം. നമുക്കറിയാം HCF കാണണമെന്നുണ്ടെങ്കിൽ എന്താണ്? കോമൺ പ്രൈംസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റിൽ 3ലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 3 കോമൺ ആണ് അല്ലേ? സോ HCF ഈസ് 3. അടുത്തത് നമുക്ക് LCM കാണാം. LCM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കോമൺ ആയിട്ടുള്ളത് നോക്കണം. 3ലും കോമൺ ആയിട്ടുള്ളത് 3 തന്നെയാണ്. ഇനി 2 കോമൺ ആയിട്ടുള്ളത് ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം എടുക്കാം. 3 × പിന്നെന്താ 2 സ്ക്വയർ × 5 × 7 അല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? LCM ഈസ് 420. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 17, 23 and 29. ഇവിടെ 17 എന്നുള്ളത് എന്താണ്? പ്രൈമാണ്. അതായത് 17ൻ്റെ ഫാക്ടേഴ്സ് 1 × 17 ആണ്. 23യും പ്രൈമാണ്. 23ൻ്റെ ഫാക്ടേഴ്സ് 1 × 23 ആണ്. 29ഉം പ്രൈമാണ്. അപ്പോൾ 29ൻ്റെ ഫാക്ടേഴ്സ് 1 × 29 ആണ്. അപ്പോൾ HCF എന്താ? 3ലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? 1 ആണ് അല്ലേ? അപ്പോൾ HCF നമുക്ക് എന്തെടുക്കാം? 1 എടുക്കാം. ഇനി LCM 17 × 23 × 29. 1 എഴുതേണ്ട ആവശ്യമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു 11,339. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Third question 8, 9 and 25. 8ൻ്റെ ഫാക്ടേഴ്സ് 2 × 2 × 2 അല്ലേ? 9ൻ്റെ ഫാക്ടേഴ്സ് 3 × 3. 25ൻ്റെ ഫാക്ടേഴ്സ് 5 × 5. അപ്പോൾ ഇതിൽ കോമൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എല്ലാത്തിലും കോമൺ ആയിട്ട് 1 എടുക്കാം അല്ലേ? സോ HCF ഈസ് 1. LCM ഏതാ? 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് ഒന്നുമില്ല. 2 നമ്പേഴ്സിലും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം എന്താണ്? LCM തന്നെയാണ് അല്ലേ? അതായത് 8 × 9 × 25 ഇത് മൊത്തം എന്ത് തന്നെയാണ്? LCM തന്നെയാണ്. അപ്പോൾ അതായത് 8ന് 2 × 2 × 2 എന്ന് എഴുതാം. 3 × 3 × 5 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 1800. അടുത്തത് നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. What is fourth question? Given that HCF of 306, 657 equal to 9, find the LCM of
306 and 657. അപ്പോൾ ഇതിൽ HCF തന്നിട്ടുണ്ട്. HCF ഓഫ് 306 and 657 is എത്രയാണ്? 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. LCM ഓഫ് 306 and 655 ആണ് നമുക്ക് 657 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ പഠിച്ച ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ട്. എന്താണ്? HCF ഇൻറ്റു LCM ഈക്വൽ ടു എന്താ? പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അപ്പം ഈ റൂൾ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട്? LCM കണ്ടുപിടിക്കാനായിട്ട്. അതായത് നമുക്ക് നമ്പേഴ്സ് അറിയാം ഏതൊക്കെയാണ്? 306 and 657. സോ എങ്ങനെയാണ് LCM കണ്ടുപിടിക്കുന്നത്? LCM കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? ഈ HCFനെ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇൻറ്റു HCF അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ HCF ആവും. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് divided by HCF എന്ന് വരും. which is equal to product of the numbers എന്ന് പറഞ്ഞാൽ എന്താ? 306 into 657 divided by HCF എത്രയാണ്? 9 ആണ് അല്ലേ? ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇത് 3ൽ പോവും. 3 times 102. again 10ൽ എത്ര ടൈംസ്? 3 times carry 1 4 times. So 34 into 657 is 22,338. ഇനി അടുത്ത് നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം. Check whether 6 raised to n can end with the digit 0 for any natural number n. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്താണ്? 6 raised to n 0യിൽ അവസാനിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. 6 raised to n ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ സെയിം പ്രോബ്ലം 4 raised to n നമ്മൾ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ നമ്മൾക്കറിയാം ഒരു നമ്പർ 0യിൽ അവസാനിക്കണമെങ്കിൽ അതിൽ എന്തുണ്ടാവണം? 2ഉം 5ഉം ഉണ്ടാവണം. അതായത് 10ന്റെ മൾട്ടിപ്പിൾ ആവണം. 0 വരണമെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? 10ന്റെ മൾട്ടിപ്പിൾ ആവണം. 10ന്റെ മൾട്ടിപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ് എന്തായിരിക്കണം? 2ഉം 5ഉം ആയിരിക്കണം. ഇപ്പോൾ 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 2 into 3 ആണ്. സോ 6 raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? 2 into 3 the whole raised to n ആണ്. ഓക്കെ, അതായത് 2 raised to n into 3 raised to n ആണ്. ഓക്കെ, ഇവിടെ 2 ഉണ്ട് ഫാക്ടർ ആയിട്ട്. ഇതിലിവിടെ 2 ഉണ്ട്, പിന്നെ എന്തില്ല? 2 ഉണ്ട് പക്ഷെ 5 ഇല്ല. സോ അതിനാൽ 10 നമുക്ക് ഉണ്ടാവൂല. അപ്പൊ 6 raised to n cannot end with 0. അടുത്തത് 6th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ വൈ 7 into 11 into 13 plus 13 and 7 into 6 into 5 into 4 into 3 into 1 into 3 into 2 into 1 plus 5 are composite numbers. അത് ഫസ്റ്റ് നമ്പർ 7 into 13 into 11 into 13 plus 13. ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്കിതില് ഇതൊരു ടേം ആണ്. ഈ ഇൻറ്റു വരുന്നതെല്ലാം ഒരു ടേം ആണ്. ഇത് വേറെ ടേം ആണ്. ടേംസിനെ വേർതിരിക്കുന്നത് എന്താണ്? പ്ലസും മൈനസും ആണ്. ഇൻറ്റും ഡിവൈഡും അല്ല.
അപ്പൊ ഈ രണ്ട് ടേംസിലും എന്ത് കോമൺ ആയിട്ടുണ്ട്? 13 ഉണ്ട് കോമൺ ആയിട്ട്. അപ്പൊ 13 കോമൺ ആയിട്ട് നമ്മൾ പുറത്തെടുക്കണമെങ്കിൽ ബാക്കി ഇവിടെ എന്തുണ്ട്? 7 × 11 ഉണ്ട് അല്ലെ? പ്ലസ് ഇവിടെ 13 പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എന്തുണ്ട്? 1 ഉണ്ട്. അയ്യോ, ബ്രാക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്യേണ്ടത്. 13 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യാം. അപ്പൊ 13 × 7 × 11 77 + 1 കിട്ടും അല്ലെ? അതായത് 13 × 78 കിട്ടും അല്ലെ? ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ എന്താണ് വരേണ്ടത്? 1ഉം പിന്നെ ആ നമ്പറും ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ രണ്ട് നമ്പേഴ്സ് വന്നേക്കണ, രണ്ട് ഫാക്ടേഴ്സ് വന്നേക്കണ കാരണം എന്താണ്? ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ്. ഇനി അടുത്ത നെക്സ്റ്റ് പാർട്ട് നോക്കാം. നമുക്ക് സെയിം ക്വസ്റ്റ്യനിലെ നെക്സ്റ്റ് പാർട്ട് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7 × 6 × 5 × 4 × 3 × 2 × 1 + 5 ഇതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതെല്ലാം ഒറ്റ ടേം ആണ്, ഇത് മാത്രം വേറെ ടേം. രണ്ടിലും 5 കോമൺ ആണ്. ബാക്കി എന്തുണ്ട് ഇതില്? 7 × 6 × 4 × 3 × 2 × 1 പ്ലസ് ഇവിടെ 5 പോയി ബാക്കി 1. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 × ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1008 കിട്ടും പ്ലസ് 1 which is equal to 5 × 1009. അപ്പോൾ ഇത് എന്താണ്? ഇതും എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അതിനാൽ ഇതെന്താണിത്? ഇത് കോമ്പോസിറ്റ് ആണ്. അപ്പൊ ബോത്ത് നമ്പേഴ്സ് ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സെറ്റ്. There is a circular path around a sport field. Sonia takes 18 minutes to drive one round of the field, while Ravi takes 12 minutes for the same. Suppose they both start at the same point and at the same time and go in the same direction. After how many minutes will they meet again at the starting point? അപ്പൊ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? ദർ ഈസ് എ സർക്കുലർ പാത്ത്, ഒരു അറൗണ്ട് എ സ്പോർട്ട് ഫീൽഡില് ഒരു സർക്കുലർ പാത്ത് ഉണ്ട്. സോണിയ ടേക്സ് 18 minutes ഫോർ 1 round. സോണിയ എത്ര ടൈംസ് എടുത്ത്? സോണിയ ടേക്സ് 18 minutes 1 round. And Ravi takes എത്ര മിനിറ്റ്? 12 minutes 1 round. They start together. After how many minutes will they meet again at the starting point? അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു LCM ക്വസ്റ്റ്യൻ ആണ്. സോണിയ 18 minutes ആണ് എടുത്തത്, രവി 12 minutes ആണ് എടുത്തത്. അപ്പൊ ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ സോണിയ 18 minutes, രവി 12 minutes. ഓക്കെ, അപ്പോൾ 18ന്റെ ഫാക്ടേഴ്സ് 2 × 3 × 3, 12ന്റെ ഫാക്ടേഴ്സ് 2 × 2 × 3. ഇനി നമുക്ക് ഇതിന്റെ LCM കാണാം. രണ്ടിന്റെയും LCM ആണ് നമുക്കിനി കാണേണ്ടത്.
അപ്പോൾ ഇതുപോലത്തെ പ്രോബ്ലത്തിൽ രണ്ടുപേരും ജേർണി സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം സെയിം എത്ര ടൈം കൊണ്ടിട്ട് സെയിം പോയിന്റിൽ എത്തി എന്നുള്ള ഇതുപോലത്തെ പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് എന്താണ്? LCM ആണ്. So the LCM is, ആദ്യം കോമൺ ആയിട്ടുള്ള എടുക്കാം. ഇത് രണ്ടിലും 2 കോമൺ ആണ്. സോ 2 ഇൻറ്റു, അതിനുശേഷം 3 കോമൺ ആണ്, 3 ഇൻറ്റു, പിന്നെ ബാക്കിയുള്ള 3 ആൻഡ് 2 നമുക്ക് എടുക്കാം. നെക്സ്റ്റ് 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 3 9. ആൻസർ ഈസ് 36. 36 minutes. സോ ഈ എക്സസൈസിലെ എല്ലാ പ്രോബ്ലംസും തീർന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രൂഫിനെ പറ്റി പഠിക്കാം.